എല്ലാവർക്കും മണിക്കുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതാ ഞങ്ങൾ വീണ്ടും എത്തി അടുത്ത ഒരു റിവ്യൂ വീഡിയോ ആയിട്ട്. നമ്മുടെ ഈസ്റ്റർ ഒക്കെ അടുത്ത് വരുമല്ലേ, അപ്പൊ ഞങ്ങൾ ഇവിടെ കടകളിൽ എല്ലാ കടകളിലും ഇങ്ങനെ ഫുൾ ഈസ്റ്റർ എഗ്സ് ആണ്. ഇവിടെ ആൾക്കാർ മെയിൻ ആയിട്ട് ഈസ്റ്ററിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഈസ്റ്റർ എഗ്സ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ എല്ലാ റിലീജിയൻസും ഈസ്റ്റർ ആഘോഷിക്കും. പക്ഷേ ഈ ക്രിസ്ത്യൻസിനെ പോലെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞല്ല, ഇങ്ങനെ ഈസ്റ്റർ എഗ്സ് കൈമാറിയും നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ചാണ് ഇവിടുത്തെ ആൾക്കാർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഗ് എന്ന് വെച്ചാൽ ഇതിന് നമുക്കിവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഹാപ്പി ഈസ്റ്റർ 2 എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഈസ്റ്റർ എഗ് ഞങ്ങൾ എല്ലാ കടകളിലും കാണുമ്പോൾ ഞങ്ങൾ അച്ഛനോട് പറയുമായിരുന്നു, ഒരെണ്ണം വാങ്ങിത്തരാമോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണം എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു ഈസ്റ്റർ എഗ് ഒന്ന് ആവട്ടെ, അപ്പം ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അച്ഛയ്ക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇന്നലെ അമ്മയ്ക്ക് ഈ ഈസ്റ്റർ എഗ് കൊടുത്തിട്ട് പറഞ്ഞു നാളെ പിള്ളേർക്ക് പള്ളി കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കണം എന്ന്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്കും എക്സൈറ്റഡും ആയി. ഞങ്ങൾ 3 പേരും ഇത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടും വാങ്ങിച്ചിട്ടും ഒന്നും ഇല്ല. കാരണം നമുക്കിതിനെ പറ്റി ഒത്തിരി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത് കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എഴുതണമെങ്കിൽ ടു മൈ ഡിയർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇവിടെ ഹാപ്പി ഈസ്റ്റർ എന്നും ഉണ്ട്. അപ്പൊ അത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ഇത് ഡയറി മിൽക്ക് ഫ്രെഡോ ചോക്ലേറ്റ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ തവള കുഞ്ഞുങ്ങളുടെ ഫേസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് മുകളിൽ മൊത്തം തവള കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്ക് പൊട്ടിക്കാം. ഓക്കേ, അപ്പൊ ഇതൊരു വലിയ എഗ്ഗിന്റെ ഷേപ്പിലാണ് വന്നേക്കുന്നത്. നല്ല ഫൈൻ ചോക്ലേറ്റ് ആണ്, നല്ല ഒരു മാറ്റ് ഫിനിഷ്, നല്ല ഗ്ലോസി ആണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പകുതി ഇങ്ങനെ പൊട്ടിക്കാം. അപ്പൊ നമുക്ക് ആ കുഞ്ഞു തവളക്കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ, സൗണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിക്കാം. അയ്യോ, നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ്. അയ്യോ അയ്യോ അയ്യോ, കഴിക്കല്ലേ. ഓക്കെ, അപ്പൊ ഇത് മൊത്തം പൊട്ടിപ്പോയതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇതിലാക്കി. ഇതിനകത്ത് 1 2 3 4 5 6 തവളക്കുഞ്ഞുങ്ങളുടെ ഷേപ്പാണ് ഉള്ളത്. ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു മുകളിലത്തെ ഒരു ഇത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഇവിടുത്തെ ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഡയറി മിൽക്കിനും നാട്ടിലെ ഡയറി മിൽക്കിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ കുറച്ച് ഡാർക്കാണ്, നാട്ടിലെ കുറച്ചും കൂടെ ലൈറ്റാണ്. അപ്പം നമുക്ക് തവളക്കുട്ടനെ എടുക്കാം. ഇതൊരു ഞാൻ നാക്ക് നീട്ടി നിൽക്കുന്ന ഒരു തവളേനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശരിയാ, പറഞ്ഞത് മതി. ഞാനിവിടെ കഴിക്കട്ടെ. ഇതിന് രണ്ടിനും സെയിം ടേസ്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പിനും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിന് എല്ലാത്തിനും നല്ല ഡയറി മിൽക്കിൻ്റെ ഒരു ടേസ്റ്റാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ നാട്ടിൽ എനിക്ക് ഈ ഫ്ലേവർ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്, പക്ഷെ നോർമലൊക്കെ ഞാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബൈ.